ഇത് തന്നെയല്ലേ അതല്ലേ നല്ലത്. അപ്പൊ ഇത് ഇങ്ങനെ പിന്നെ പിള്ളേര് കൂടുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനത്തെ ഷേപ്പിലാക്കാം. ചെയ്യാൻ തീരുമാനിച്ചോ? നല്ല കാര്യം. നല്ലല്ലേ? പിന്നെ അവിടെ വാടക അത് ലാഭിക്കാനോ. എന്റെ സഹായം വല്ല വേണം. പിള്ളേർ അഡ്മിഷൻ കമ്മീഷൻ തരാൻ ഞാൻ പിള്ളേരെ കൊണ്ടുതരാം. ഇപ്പൊ തന്നെ അവിടെ പിള്ളേര് കൂടുതലാ നിൽക്കാൻ പോകുന്ന. നല്ലല്ലേ? അല്ലെ ഹാജരിടാൻ വരുന്ന പിള്ളേർ ഹാജരിടാനായിട്ട് ഇവിടെ ഇരിക്കാം. ഓഫീസ് പോയി. അയ്യോ അങ്ങനെയുള്ള സഹായം ഒന്നും വേണ്ട. നല്ല പരിപാടി. എന്തെങ്കിലുമൊക്കെ തരത്തില്ലേ? പിന്നെ എനിക്ക് തോന്നുന്നത് പുറത്ത് വേണം. അതൊരെണ്ണം വേണം. ഇല്ലെങ്കിൽ വീടിനകത്ത് കയറി പോകും ആൾക്കാര്. ബാത്റൂം നമ്മളിപ്പോ എന്തായാലും പുറത്ത് തന്നെ കെട്ടിയാലും പറ്റില്ല. ഇല്ലെങ്കിൽ കുഴപ്പമെന്ന് അറിയാമോ? അല്ല പിന്നെ ആരെങ്കിലും വിളിച്ചിട്ടേ ഒന്ന് അളവെടുക്കാനായിട്ട്. ഇതിപ്പോ അവിടെ കൊണ്ട് കൊളുത്തും. ആ കൊളുത്തിന്റെ ചൂടിൽ മറ്റെടുത്ത് ചാടും. എനിക്ക് വേണ്ട. വേണ്ടേ? ഡാൻസ് സ്കൂളിന് പറ്റിയൊരു പേര് പറ. വർഷാപ്പ് മതിയാക്കി ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പോണം. ഡാൻസ് സ്കൂളിന് പറ്റിയ പേര് വർഷാപ്പ് മതിയാക്കിയല്ല, ചിലപ്പോ ഒരു ഡാൻസ് സ്കൂളിൽ ഓഫീസ് ബോയ് ആയിട്ട് കയറാൻ സാധ്യതയുണ്ട്. ഓഫീസ് ബോയോ? വരുന്നവരുടെ ഹാജര്, അവരുടെ ബുക്ക്, വാടക, പിന്നെ ഫീസ് വരുന്നതിനൊക്കെ എടുക്കാൻ. അയ്യോ, ഇനിയിപ്പോ പുറത്ത് ഡാൻസ് സ്കൂൾ നോക്കണേ. നിനക്ക് ലില്ലിപ്പെണ്ണിന്റെ സ്കൂളിൽ പോക്കൂടെ? ലില്ലിപ്പെണ്ണിന്റെ സ്കൂളിൽ തന്നെ പോകുന്നത്. ഇനി അതിനെ പൊളിക്കാനാണ് അവിടെ അവള് മര്യാദയ്ക്ക് ഡാൻസ് ക്ലാസ് നടത്തുന്നത്. അതന്നല്ലേ അവിടെ പേരുണ്ടല്ലോ. ഇനിയിപ്പോ വേറെ പേരെന്തിനാ? പൊളിക്കുമല്ല, പുതിയത് ഇവിടെ തുടങ്ങുന്നു. എവിടെ? നമ്മുടെ മുറ്റത്തും സൈഡിലുമായിട്ട് ഒരു ഡാൻസിന്റെ ഒരു വലിയ ഹാള് പണിയാൻ പോവാ. എവിടെ? ഈ മുറ്റത്തും അവളോട് അവിടെ നിന്നിട്ട് അതിന്റെ എസ്റ്റിമേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ മുറ്റത്താ? നിങ്ങളോട് പറഞ്ഞില്ലേ? നിന്നടുത്ത് പറഞ്ഞ? എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലേ? അത് പറയാതെ പിന്നെ എങ്ങനെ ശരിയാവും? ഇത് എന്ത് നല്ലത് നമ്മൾ അറിയണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരുന്നത്? നമ്മൾ എന്തിനാ അറിയണേ? ഇത് നമുക്കും കൂടെ അവകാശപ്പെട്ട തന്നെ. അമ്മ ഇല്ലാത്ത സമയം നോക്കി ഇങ്ങനെ ഒരു തോന്നിയാസം കാണിക്കാൻ അവന് എന്തോ അഹങ്കാരമാണ്. ഇനി ഇത് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമല്ല, നിങ്ങളുടെ പെങ്ങൾക്ക് ഡാൻസ് സ്കൂൾ ഇടാൻ വേണ്ടിട്ടല്ലേ? അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക. അതാണ് അവന്റെ ബുദ്ധി, അവന്റെ പോലീസ് ബുദ്ധി. പെങ്ങളുടെ പേരും പറഞ്ഞ് ഡാൻസ് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ ഞാനൊന്നും പറയൂല. ഇത് അതിന്റെ പേരിൽ ഇത് തുടങ്ങിയിട്ട് വേറെന്തോ പരിപാടിക്കണം അവന്റെ ഉദ്ദേശം. ആ കളിയൊന്നും എന്റെ അടുത്ത് നടക്കൂലേ. അവിടെ അങ്ങനെ ഒരു കെട്ടിടം വന്നാൽ ഇങ്ങോട്ടുള്ള വായു സഞ്ചാരം പോവും, ഇങ്ങോട്ടുള്ള പ്രകാശം പോവും, ഇനി നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോവും. എന്നെ പോലൊരു പ്രമുഖന് അത് വലിയ തടസ്സവും. ഇതൊന്നും ഇവിടെ വെച്ച് ഞാൻ സമ്മതിക്കൂല. എന്റെ പിതം മാറും. വന്ന് ചോദിച്ചു നോക്കാം. അതാ തടസ്സം പറയാതെ ഇപ്പൊ പോയി പറയണം. കുറ്റി അടിച്ചിട്ടാണ് തടസ്സം പറയുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ അവനത് വേണ്ടാന്ന് വെക്കും. അത്രേ ഉള്ളൂ. അവൻ അവിടെ ഡാൻസ് സ്കൂൾ ഉണ്ടാക്കാല്ലേ? ചോദിക്കണ്ട, ആരും ചോദിക്കണ്ട. അവൻ അവിടെ അത് ചെയ്യാൻ ചെയ്താ ഈ മുറ്റത്ത് ഇവിടെ നമ്മളൊരു കെട്ടിടം പണിഞ്ഞിട്ട് നീ ഡാൻസ് ക്ലാസ് തുടങ്ങും. നീ ഡാൻസ് പഠിക്കണം, പഠിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങണം. പിന്നെ ഇവിടെ തൈലും ചവിട്ടിരിക്കണം അമ്മ ഡാൻസ് ക്ലാസ് തുടങ്ങാൻ. തയ്യല് അങ്ങനെയാണെങ്കിൽ തയ്യൽ നമ്മള് തയ്യലിന്റെ ഒരു സാധനം തുടങ്ങാം. രണ്ട് മെഷീൻ 2 പെണ്ണുങ്ങളെ വിളിച്ച് ഞാൻ തരാൻ പിള്ളേരാ. ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങും. ആവശ്യമുണ്ട്. അങ്ങനെ ഒരു തോന്നിയ സമം കാണിച്ചാൽ നമ്മുടെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ. അതേപോലെ അല്ല ഈ സ്റ്റിച്ചിന്റെ ഇതൊക്കെ തുടങ്ങാനായിട്ട് പൈസ എവിടെ ഇരിക്കുന്നു? അവന്റെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ പല സൈഡിൽ കൂടെ വരും. ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് പോകല്ലേ, അതിനകത്ത് ലോൺ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഇങ്ങനെയുള്ള പരിപാടിക്ക് ലോൺ കിട്ടും, എനിക്കറിയാം. ലോൺ കിട്ടും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നൊരു ലോൺ എടുക്കുക. ലോൺ എടുത്തിട്ട് ഇവിടെ ബാക്കി പരിപാടി ഞാൻ ചെയ്യും. വാശിക്ക് വാശിയാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും അപ്പുറം ഇപ്പുറം കലവും ചട്ടിയും പോലെ ഇരിക്കുന്നതെടുത്ത് ഒരു വാക്ക് നമ്മളെടുത്ത് അത് പറയണ്ട. അങ്ങനെ പറയണ്ട. അവനാദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, ഇതായിട്ട് ഇത് അങ്ങോട്ടും പറയണ്ട. വേണ്ട. ഒരു കുഞ്ഞും ഇത് പറയരുത്. ഒരു കുഞ്ഞറിയണ്ടെന്ന് എന്നെ നോക്കണ്ട, ഞാൻ ഒന്നും പറയൂലേ. അവൻ എന്റെ മോനാണ്, അവനായിട്ടൊന്നും ഒന്നും പറയില്ല. നിന്നെ ഇല്ല പറയുന്നില്ല. ഇത് ഒരു വസ്തു എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടൊരു സ്ഥലമാണ്. അത് ഒരുത്തന്റെ തോന്നിയ ദിവസം കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്പുറത്തെ തോന്നിയ ദിവസം ഇവിടെ ഞാൻ കാണിക്കും. അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ. ഇത് തീർന്ന എന്തോന്നിട്ടാ ഇത്? ഒന്ന് കുറയ്ക്കാൻ